ഹലോ ഫ്രണ്ട്സ്, തട്ടുകട സ്റ്റൈലിലുള്ള കാട ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ള കാട ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവിന് വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ കാട ഫ്രൈ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് 6 ടീസ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഒരു നാരങ്ങയുടെ പകുതി നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ മസാല തയ്യാറാക്കി എടുക്കാൻ. നമ്മളിവിടെ കാട ഇങ്ങനെ പകുതി കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാട നമുക്ക് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. നമ്മളിവിടെ 3 കാടയാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 6 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നിലും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. മസാല നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. 2 മണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ ഓയിലിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിതിൽ ഫസ്റ്റ് കറിവേപ്പില ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാട ഫ്രൈക്കൊക്കെ നല്ലൊരു തട്ടുകടയിലെ ഒരു സ്മെല്ലൊക്കെ കിട്ടും കേട്ടോ. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഈ ഓയിലിലേക്ക് തന്നെ നമുക്ക് കാട ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 കാട ഇട്ട് കൊടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാട ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടുക. പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നാലുള്ളൂ നമ്മുടെ കാട നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. കാടപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മറ്റേ സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ ചെയ്യാൻ. ആ ഒരു കാര്യം മറക്കരുത്. കാടപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. നമുക്കിനി ഇതുപോലെ മുഴുവൻ കാടയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തട്ടുകട സ്റ്റൈലിൽ കാട ഫ്രൈ ഇനി നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ല ക്രിസ്പി ആയിട്ടുള്ള കാട ഫ്രൈ ആണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്